ഇതിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. വിള വൈവിധ്യത്തിൽ കുറവ്. ഭക്ഷ്യ ഉൽപാദനത്തിൽ കുറവ്. പരമ്പരാഗത കാർഷിക രീതികളുടെ വർദ്ധിച്ച ഉപയോഗം. ആയിരത്തി 1960കളിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൽ വിള ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന വിളവ് ലഭിക്കുന്ന ഇനങ്ങൾ, രാസവളങ്ങൾ, ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. Hence the correct answer is option A. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. മൂന്നാം ലോകം എന്ന പദം ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വലിയ വ്യാവസായിക അടിത്തറയുള്ള രാജ്യങ്ങൾ, ഉയർന്ന സാമ്പത്തിക വികസനമുള്ള രാജ്യങ്ങൾ, പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ, ശീതയുദ്ധകാലത്ത് സഖ്യത്തിലല്ലാത്ത രാജ്യങ്ങൾ. ശീതയുദ്ധകാലത്ത് നാറ്റോയുമായോ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുമായോ യോജിക്കാത്ത രാജ്യങ്ങളെയാണ് മൂന്നാം ലോകം എന്ന പദം ആദ്യം പരാമർശിച്ചത്. ഇത് പിന്നീട് വികസ്വര രാജ്യങ്ങളെ വിവരിക്കാൻ വന്നു. Hence the correct answer is option D. ശീതയുദ്ധകാലത്ത് സഖ്യത്തിലല്ലാത്ത രാജ്യങ്ങൾ. ഇതിൽ ഏതാണ് സത്യാഗ്രഹം എന്നതിന്റെ ശരിയായ അർത്ഥം? സത്യവും അഹിംസയും, നിസ്സഹകരണം, സിവിൽ അനുസരണക്കേട്, നിഷ്ക്രിയ പ്രതിരോധം. മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച സത്യഗ്രഹം സത്യത്തിന്റെയും അഹിംസയുടെയും തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അഹിംസ പ്രതിരോധത്തിന്റെ നയത്തെ സൂചിപ്പിക്കുന്നു. Hence the correct answer is option A. സത്യവും അഹിംസയും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രധാന ലക്ഷ്യം ഇതിൽ ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികവൽക്കരണം, പ്രാദേശിക ഭാഷകളുടെ പ്രമോഷൻ, മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ, സാക്ഷരതാ നിരക്കിൽ കുറവ്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും സമഗ്രവുമായ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്കുള്ള സാർവത്രിക പ്രവേശനം കൈവരിക്കുക എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യമിടുന്നത്. Hence the correct answer is option A. വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികവൽക്കരണം. ഇതിൽ ഏതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം? കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്തുക, വിദേശ വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുക, ഇന്ത്യയിൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക. വിദേശ നിക്ഷേപം ആകർഷിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ ഇന്ത്യയിൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ദേശീയ സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. Hence the correct answer is option D. ഇന്ത്യയിൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം നൽകുന്നത്? ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 19.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂലക്കല്ലായി ഇത് കണക്കാക്കപ്പെടുന്നു. Hence the correct answer is option C. ആർട്ടിക്കിൾ 32. ഇതിൽ ഏതിനെ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് നീതി ആയോഗ് രൂപീകരിച്ചത്? ധനകാര്യ കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ആസൂത്രണ കമ്മീഷൻ, ഗ്രാമവികസന മന്ത്രാലയം. ആസൂത്രണ കമ്മീഷനെ മാറ്റിസ്ഥാപിക്കുന്നതിനും ഇന്ത്യയിൽ സഹകരണ ഫെഡറലിസവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ, സ്ഥാപിതമായത്. Hence the correct answer is option C. ആസൂത്രണ കമ്മീഷൻ. ഇതിൽ ഏതാണ് ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി GST-യുടെ ഒരു സവിശേഷത? ആഡംബര വസ്തുക്കൾക്കുള്ള ഇളവ്, ഓരോ സംസ്ഥാനത്തിനും ഒന്നിലധികം ടാക്സ് സ്ലാബുകൾ, മുഴുവൻ രാജ്യത്തിനും ഒരു നികുതി, എല്ലാ ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒരു ഏകീകൃത നികുതി നിരക്ക്. ഒന്നിലധികം സംസ്ഥാന കേന്ദ്ര നികുതികൾ ഇല്ലാതാക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും നികുതി ഭരണം കാര്യക്ഷമമാക്കുന്നതിനും GST ഇന്ത്യയിലുടനീളം ഒരൊറ്റ നികുതി സംവിധാനം അവതരിപ്പിച്ചു. Hence the correct answer is option C. മുഴുവൻ രാജ്യത്തിനും ഒരു നികുതി. ഇതിൽ ഏതാണ് 2002 ദേശീയ ജൈവവൈവിധ്യ നിയമത്തിന്റെ സവിശേഷത? ജൈവ വിഭവങ്ങളുടെ സംരക്ഷണം, ഫോസിൽ ഇന്ധന മാനേജ്മെന്റ്, വന്യജീവി സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം. ഇന്ത്യയുടെ ജൈവവിഭവങ്ങൾ സംരക്ഷിക്കാനും ജൈവവൈവിധ്യത്തിന്റെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കാനും ദേശീയ ജൈവവൈവിധ്യ നിയമം ലക്ഷ്യമിടുന്നു. Hence the correct answer is option A. ജൈവവിഭവങ്ങളുടെ സംരക്ഷണം. ഇതിൽ ഏതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂക്ഷിപ്പുകാരനായി പ്രവർത്തിക്കുന്നത്? രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ്, സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെയും ജുഡീഷ്യൽ മേൽനോട്ടത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ സൂക്ഷിപ്പുകാരനായി സുപ്രീം കോടതിയെ കണക്കാക്കുന്നു. Hence the correct answer is option D. സുപ്രീം കോടതി. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര, യമുന, ഗോദാവരി, ഗംഗ. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നതിനു മുമ്പ് വടക്കേ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. Hence the correct answer is option D. ഗംഗ. ഇതിൽ ഏതാണ് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ? ഇംഗ്ലീഷ്, ഉർദു, ഹിന്ദി, സംസ്കൃതം.
നടപടികൾക്കും വിധിന്യായങ്ങൾക്കും സുപ്രീം കോടതിയിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. Hence the correct answer is option A. ഇംഗ്ലീഷ്. ഇതിൽ ഏതിനെ വിവരിക്കാൻ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നു? ഒരു മെഡിക്കൽ മുന്നേറ്റം, ഒരു പ്രകൃതി ദുരന്തം, ശാസ്ത്രത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു രാക്ഷസൻ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഫ്രാങ്കൻസ്റ്റൈൻ എന്നത് മേരി ഷെല്ലിയുടെ നോവലിൽ നിന്നുള്ള സാങ്കല്പിക കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ച ഒരു രാക്ഷസൻ, പലപ്പോഴും അനിയന്ത്രിതമായ ശാസ്ത്രീയ പരീക്ഷണത്തിനുള്ള ഒരു രൂപകമായി ഉപയോഗിക്കുന്നു. Hence the correct answer is option C. ശാസ്ത്രത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു രാക്ഷസൻ. ഇതിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയെ പ്രതിനിധീകരിക്കുന്നത്? കേന്ദ്ര മന്ത്രിസഭ, സുപ്രീം കോടതി, പാർലമെന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്നു. Hence the correct answer is option A. കേന്ദ്ര മന്ത്രിസഭ. പ്രധാനമന്ത്രി ജൻ ധൻ യോജന (PMJD) യുടെ പ്രധാന ലക്ഷ്യം ഇതിൽ ഏതാണ്? സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്തുക, സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക, ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും ബാങ്കിംഗ് സേവനങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക ഉൾച്ചേർക്കൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് PMJDയുടെ പ്രാഥമിക ലക്ഷ്യം. Hence the correct answer is option A. സാമ്പത്തിക ഉൾപ്പെടുത്തൽ.